ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ വീടിൻ്റെ പിറകിലുള്ള കുറച്ച് പഴവർഗ്ഗ ചെടികളെ പറ്റിയാണ്. അതിലൊരു വിഭാഗമാണ് തായ്ലൻഡ് ആപ്പിൾ ചാമ്പ. മറ്റുള്ള ചാമ്പയിൽ നിന്നും വ്യത്യാസമാണ് ഈ ആപ്പിൾ ചാമ്പ. ഇതിൽ ധാരാളം കായ്കൾ കുലകുലയായി ഉണ്ടാവുകയും ഓരോ കായ്കളും 100-200 ഗ്രാം വീതം വലിപ്പം ഉണ്ടാകുന്നു. ഇതിൽ ധാരാളം ജലാംശം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ പോഷകാംശങ്ങൾ ഉള്ളതുകൊണ്ട് സ്ക്വാഷ്, അച്ചാറ് എന്നിവ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. അതുപോലെ ക്ഷീണമകറ്റാൻ അത്യുത്തമമാണ് ഇതിൻ്റെ ജ്യൂസ്. ആപ്പിൾ ചാമ്പയുടെ പൂവും അത് കഴിഞ്ഞുള്ള അതിൻ്റെ വളർച്ചയുമാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. പൂക്കളും കായ്കളും ധാരാളം ഉണ്ടാകാൻ നല്ല വെയിലുള്ള സ്ഥലത്താണ് ഇത് നടേണ്ടത്. മറ്റുള്ള ചാമ്പയിൽ കുരു ഉണ്ട്. ഇതിൽ കുരു ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ തൈ ഉൽപ്പാദനം എയർ ലെയറിംഗ് വഴിയാണ്. മെയ് മാസത്തോടുകൂടി ഇതിൻ്റെ ആദ്യത്തെ കായ്ഫലം തീരുകയും അടുത്ത കായ്ഫലം ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മളിതിന് ധാരാളം ജൈവ വളം ഇട്ട് കൊടുക്കുകയും വേണം. ഞാനിതിന് ജൈവവളമാണ് ഉപയോഗിക്കുന്നത്. ചാണകപ്പൊടി, എല്ലുപൊടി, കടലപ്പിണ്ണാക്ക് എന്നിവ പുളിപ്പിച്ച് ഇരട്ടി വെള്ളവും ചേർത്താണ് ഇതിൽ തളിക്കുന്നത്. കായ പിടിച്ചതിന് ശേഷം ഇതിൽ കൊമ്പുകോതൽ നടത്തണം. കൊമ്പുകോതൽ നടത്തിയാൽ മാത്രമേ ധാരാളം പൂവും കായും ഉണ്ടാകുകയുള്ളൂ. ഇത് പഴുക്കുമ്പോൾ ധാരാളം കിളിയും അണ്ണാനും ഇതിൽ വന്നിരുന്ന് കൊത്തി തിന്നുകയും കുറേയേറെ അവ കുത്തിക്കളയുകയും ചെയ്യുന്നു. നമുക്കിത് ധാരാളം കിട്ടുന്നതിന് വേണ്ടി ഇതിൽ കവറിട്ട് സംരക്ഷിക്കണം. ധാരാളം കായ്കൾ ഉണ്ടാകാൻ ജൈവവളം ഇടുന്നതിന് പുറമെ പുല്ലുകൾ വെട്ടി ഇതിൻ്റെ ചുവട്ടിൽ പതിയിടുന്നത് നല്ലതാണ്.